കഴിഞ്ഞ ദിവസം അമ്മയും കുഞ്ചും ഞാനും കൂടി പാതിരക്കുന്നത്ത് മനയിൽ പോയി. വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അവിടെ. പ്രകൃതിയും വൃക്ഷങ്ങളെ ആരാധിക്കുന്ന പതിവ് പണ്ട് മുതലേ നമുക്കുണ്ടല്ലോ. വനത്തെ ഉപജീവന മാർഗമായിട്ട് കരുതിയിരുന്ന പണ്ട് കാലത്തെ ജനങ്ങള് ഇതെല്ലാം പുണ്യസ്ഥലമായിട്ടാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവിക വനമായിട്ടുള്ള കാവുകള് അനേകം സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും ഔഷധ സസ്യങ്ങളുടെ കലവറയായിട്ടൊക്കെയാണ് കരുതിയിരുന്നത്. കുളങ്ങളും കിണറുകളും ഒക്കെ ആ പ്രദേശത്തെ വറ്റാത്ത ജലസ്രോതസ്സുകളുമായിരുന്നു. കുട്ടിക്കാലം മുതലേ സന്ധ്യയ്ക്ക് അമ്മമ്മ കുറേ കഥകൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞു തന്ന ഒരു കഥയാണ് പാതിരാക്കുന്നത്ത് മനയിലെ കാരണവർക്ക് മക്കളില്ലാത്ത സങ്കടത്തില് അധികം വൈകാതെ തന്നെ അവർക്ക് 2 കുഞ്ഞുങ്ങൾ ജനിക്കുകയും അതിലൊരെണ്ണം നാഗവും മറ്റൊന്ന് മനുഷ്യനുമായിരുന്നു. അവര് നല്ല ഉറ്റ ചങ്ങാതിമാരായിട്ട് കളിച്ച് നടക്കുകയായിരുന്നു. പോകെ പോകെ ഇല്ലത്തേക്ക് ആരും ബന്ധുക്കൾ പോലും വരാതായി തുടങ്ങി. ഇതില് മനസ്സ് നൊന്തുകൊണ്ട് അമ്മ നാഗത്തിനോട് പറഞ്ഞു,